സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ രാവിലെ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? ഇതെന്താ ഇന്ന് പോവാണോ? ഓഫീസിൽ പോവാണോ? പിന്നെ ഓഫീസിൽ പോണ്ടേ? ഇന്ന് പോണോ? എന്താന്ന് വിശേഷം? എന്തായിരുന്നു വിശേഷം? എന്താ വിശേഷം? എന്താ കാര്യം? അറിയാൻ പാടില്ലേ? എന്താന്ന് പറ. ചുമ്മാ കളിക്കല്ലേ. പറയടി, എന്താ കാര്യം എന്ന് പറഞ്ഞോ. ഓർമ്മയില്ലേ? ശരിക്കും ഓർമ്മയില്ലേ? എന്നാ പിന്നെ ഒന്നുമില്ല. നീ എന്താണെങ്കിലും അത് പറയുന്ന അല്ലാതെ എനിക്ക് എങ്ങനെ മനസ്സിലാവും? ഇനിയിപ്പോ ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, ഇത് നിങ്ങൾ ഓർക്കേണ്ടതല്ലേ. അങ്ങനെയാ, ഒരു കാര്യവും ഓർമ്മയില്ല, ശ്രദ്ധയില്ല, ഉത്തരവാദിത്വം ഇല്ല. എന്റെ കാര്യമൊക്കെ നോക്കാൻ ഞാൻ തന്നെയല്ലേ. എന്റെ കാര്യമാണോ? ആരുടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ പോ. എന്നാ നീ എന്നെ കൊണ്ട് ഞാനത് പറയിച്ചേ പോകണ്ടു. പറ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോവില്ല. പറയടി, അല്ലാതെ എങ്ങനെയാ എനിക്ക് മനസ്സിലാവുക? ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയണേ? നിങ്ങൾക്ക് സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ. സ്വന്തം കാര്യമോ? അങ്ങനെ ഒരിക്കലും പറയരുത് ജമന്തി. എന്നെ നിനക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് ജോലി, നീ, കുടുംബം, അതൊക്കെ തന്നെയല്ലേ? അങ്ങനെയൊന്നും അല്ല. അല്ലതാ. ആ, നിങ്ങൾക്ക് ജോലി, നിങ്ങള് ജോലി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പറഞ്ഞതാണോ? എനിക്കൊരു സാധനവും നിങ്ങൾ വാങ്ങി തരണ്ട. ഭയങ്കര കഷ്ടമാണ്. അല്ലെങ്കിൽ എന്ന് എന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. എന്താ ഇരിക്കണ ഫോണില്ലേ? ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എടുത്തു തരും. ഭർത്താവിന് ഭാര്യയുടെ കാര്യം ഒന്നും നോക്കട്ടെങ്കിലും എനിക്ക് പക്ഷെ നിങ്ങളുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എടുത്തു തരും. ഇനിയിപ്പോ കുടിച്ചെങ്കിലോ? കുടിച്ചെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കണേ? അങ്ങോട്ട് ചെല്ല്. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലം അതല്ലേ, ഓഫീസ്. വേറെ ഒരു കാര്യം ഇല്ലല്ലോ ജീവിതത്തിൽ. നോക്കേട്ടാ. എന്റെ കാര്യം മാത്രം ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് ജമന്തിയുടെ പിറന്നാളാണ്. അവളത് എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി. ഞാൻ പറയുമോ? ഞാനാണെങ്കിൽ അവളെ കൊണ്ട് പറയിക്കാനും. എന്നിട്ട് അതിന്റെ മുകളിൽ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ചെറിയ വഴക്കൊക്കെ ആയി അവസാനം അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. രണ്ടുപേരും വേണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് കാണിച്ചാൽ തിരിച്ചു ചെല്ലുമ്പോൾ അവൾക്ക് നല്ലൊരു പ്രസന്റേഷൻ കൊടുക്കണം. അത് നല്ല കാര്യമാണത്. എന്ത് കൊടുക്കുന്ന ഞാൻ ആലോചിക്കും. എന്താണ് നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനൊതുങ്ങിയത് എന്തെങ്കിലും? 1000, 1500, മാക്സിമം പോയ 2000. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഉഗ്ര സാധനം. വേറൊരു കാര്യമുള്ളതേ, നമ്മ എന്തേലും വാങ്ങിക്കൊണ്ടുപോയി ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടൂല. നമുക്ക് ഇഷ്ടമുള്ളത് ഇവർക്ക് ഇഷ്ടമാവൂല. അങ്ങനെയുണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ ഡിസൈൻ ശരിയായില്ല, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ കളറ് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാച്ചായില്ല എന്നിട്ട് ഇത് മാറ്റിയെടുക്കാൻ പോക്കുണ്ട്. അല്ലെ പിന്നെ അവളെയും കൊണ്ട് പോകണം. അപ്പം എങ്ങനെയാണ് കൊടുക്കൽ നടക്കുന്നത്? അപ്പം ഇത് കൊടുക്കൽ നടക്കില്ലല്ലോ. സർപ്രൈസ് നടക്കൂല. അതിനൊരു പണിയുണ്ട് കേട്ടോ. ഈ സ്ത്രീകളുടെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു പണി, ഈ റാണിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങും. ഇപ്പോൾ വന്നതിന് മുമ്പ് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ചെയ്യാമല്ല, 1 മണിക്കൂർ പോരെ? അത് ശരിയാണല്ലോ. വിളിച്ചേ പരിപാടി. റാണി നീ കനകന്റെ കൂടെ ഒന്ന് ചെന്നിട്ടേ ജമന്തിക്ക് പറ്റി എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെന്താ, പോയാലോ? പെട്ടെന്ന് വന്നോട്ടാ. പറഞ്ഞതിന് മുമ്പ് തിരിച്ചും വന്നേ. വരാം. അവളുടെ ടേസ്റ്റ് വല്ലോ നിനക്കറിയാമോ എന്താണെന്ന്? എന്തെങ്കിലും സാധനം വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അത് ജമന്തിനെ ഞെട്ടിക്കണം. വേഗം പോയിട്ട് വന്നാ. പൈസ ഇല്ലേ? പൈസ ഉണ്ട്. ഓക്കെ, എന്നാ വാ. Happy birthday to you. Happy birthday to you. എന്തിനാ പറയുന്നത്? എന്തിനാ പറയണേ? ഏട്ടൻ എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. ഏട്ടൻ ഓർത്തില്ലല്ലോ ബർത്ത്ഡേ.
അവൻ അല്ലെങ്കിൽ ഒരു മന്ദപ്പനല്ലേടി. അവൻ എന്താ ഓർമ്മയുള്ളത്? അതിന് നീ ഒന്ന് കരയണ എന്തിനാ? എന്നാലും രാവിലെ എന്നെ കണ്ടപ്പോ ഗിഫ്റ്റ് ഒന്നും തരണ്ട, ഒന്ന് പറയാലോ ഹാപ്പി ബർത്ത്ഡേ എന്ന്. ശരിയത് ഞാൻ നേരത്തെ പറഞ്ഞേ, എന്തിനാ അവനെ കെട്ടിയത്? വേറെ നല്ല ചെക്കന്മാരെ കെട്ടായിരുന്നില്ലേ നിനക്ക്? അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എടി അവൻ അങ്ങനത്തെ ഒരു കിഴങ്ങനല്ലേ, നിനക്ക് അറിയാവുന്ന കാര്യല്ലേ. അവൻ തന്നില്ലെങ്കിൽ വേണ്ട, ചേച്ചി തന്നില്ലേ, നീ അമ്പലത്തിൽ നിന്ന് വരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. എൻ്റെ ഇതേ ഉള്ളൂ. പക്ഷെ തങ്കം എടി എൻ്റെ ഗ്യാസിൻ്റെ ഗുളിക ആ ജവന്തി തീർന്നോ എടി ഇത്? അത് തീർന്നിട്ട് എത്ര കാലമായി? വല്ലപ്പോഴും മേടിക്കണം. ഒരു ജവന്തി ഇപ്പോൾ ഒന്ന് ആ ഒരമ്മായി പോര് കഴിഞ്ഞ ലക്ഷണമുണ്ട്. ഓ പറഞ്ഞൊരു അമ്മ ഇവിടെ ഇല്ലല്ലോ. ആ ആ ആ ആ അപ്പൊ കെട്ടിയാൻ പോര്. പൊന്ന് ക്ലീറ്റോ, അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ. ക്ലീറ്റോ ചേട്ടൻ വരെ എന്നോട് പറഞ്ഞു, ചേട്ടൻ മാത്രം എന്നോട് പറഞ്ഞില്ല. അത് ശരിയല്ല, അത് ശരിയായില്ല. അവനെന്താണ് രാവിലെ ഒരു ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്തിട്ട് പോയിക്കൂടെ? അവന് ഓർത്തിട്ടുണ്ടാവില്ല, അവന് ജോലിക്ക് പോണ്ട തിരക്കല്ലേ, അത് ഇവക്ക് അറിയാവുന്ന കാര്യമല്ലേ. അല്ല പിന്നെ അവളെ കാര്യമല്ലാതെ പിന്നെ അവന് ആരെ കാര്യമാണ് ഓർക്കേണ്ടത്? ആളുടെ കാര്യം ഓർത്തിട്ടാണ്. ആ കാര്യം മറന്നു പോയിട്ടുണ്ട്. അവൻ എന്താ ഓർമ്മയില്ല? അവന്റെ ബർത്ത്ഡേ പോലും അവന് ഓർമ്മയില്ല. പിന്നെയാണ് അങ്ങനെ എന്തേലും പറയല്ലേ തങ്ക, നീ ചുമ്മാ അത് അവന് ഓർത്തൊന്ന് ഭാര്യയുടെ നീ അവളെ ഒളിച്ച് നാശം കാണിക്കണ്ട. ഞാൻ പറയാനുള്ളത് പറയും. ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഭർത്താവ് തന്നെ വിഷ് ചെയ്യേണ്ടത്. അതന്നെ ഞാനും പറഞ്ഞ. ആ എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈ നാള് വരെയായിട്ട് നിങ്ങളൊരു നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാനുള്ള നല്ല വാക്കെല്ലാം കല്യാണത്തിന് മുമ്പ് പറഞ്ഞു തന്നില്ലേ? കെട്ടി കഴിഞ്ഞപ്പോലെ അറിയാൻ മനസ്സിലാക്കാൻ പറ്റുമോ നിന്റെ? നിങ്ങൾ ഇതുവരെ എന്റെ ബർത്ത്ഡേ ഓർത്തിട്ടുണ്ട്, എന്നിട്ടാണ് അവനെ കുറ്റം പറയണേ. അപ്പം ഞാൻ നിന്റെ ബർത്ത്ഡേ ഓർത്തിട്ടില്ലെങ്കിലും നീ ഓർമ്മിപ്പിക്കുമ്പോൾ ഒക്കെ ഞാൻ എപ്പോഴും വിഷ് ചെയ്യാറുണ്ടല്ലോ ഇല്ലേ? മാത്രമല്ല നിന്റെ ബർത്ത്ഡേ നിനക്ക് ഓർമ്മയുണ്ടോടി? ഞാൻ ഇപ്പോഴും ചോദിക്കണേ, 8-ാം തീയതി ആണോ 10-ാം തീയതി ആണെന്ന് വെച്ചാൽ നിനക്ക് സംശയമില്ലേ? ആ പക്ഷെ നിന്നെ പോലെ അല്ല അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച പോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് അങ്ങനെ വളർന്നു വന്നൊരു കുട്ടിയാണ്. അത് ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിൽ നിന്നും അങ്ങനെ ഒരു വിഷും ഇതുമൊക്കെ. നിന്നെ പോലെ അല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ലേ, അവളുടെ ആഗ്രഹം അത് മോശം തന്നെയാണ്. അവൻ ചെയ്തിട്ട് പോവാത്തത്. ക്ലീറ്റോന്റെ വാക്ക് മോൻ കേൾക്കണ്ട, അവൻ മറന്നു പോയത്. വാക്ക് കേൾക്കണ്ട. എന്നാലും ഏട്ടൻ മറക്കാൻ പാടില്ലല്ലോ. മറക്കാൻ പാടില്ലായിരുന്നു, അത് സത്യം. അതിന് നമുക്ക് അവൻ വരുമ്പോ ശിക്ഷിക്കാം. അതിന് നീ ഇപ്പോഴേ മുഖം കെട്ടിപ്പിടിക്കണ്ട. അവൻ വരാൻ ഇനി വൈകുന്നേരം ആവും, കുറേ നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴെങ്കിലും മനസ്സിലാക്കി കൂടെ. കോമള എന്തായി? ആ തുണിക്കടയിലെത്തിയോ? ആ കൊടിയുടെ മേടിച്ചോ? മീറ്റർ ഞാൻ പറഞ്ഞില്ലേ, 3 മീറ്റർ വെച്ച്. ആ നമ്മുടെ കൊടിയുടെ കളർ ഏതെന്നോ? എടാ പൊട്ട, നിന്നെ പാർട്ടിയിലെടുത്ത് എണ്ണ വേണം പറയാൻ. എടാ ദേശീയ പതാകയിൽ വരുന്ന 3 കളറ്, ആ കളർ മേടിക്ക്. ദേശീയ പതാകയിൽ കളർ ഏത്? പിന്നെ പിന്നെ കനകനായിരിക്കൂല. ആ കോമളനല്ലേ പറഞ്ഞത്? അയ്യോ അയാൾക്ക് ദേശീയ പതാകയുടെ നിറം അറിയില്ല, നിങ്ങളുടെ പാർട്ടിയുടെ കൊടിയുടെ നിറം അറിയില്ല. എന്നിട്ടാണ് എനിക്ക് ഞാൻ വല്ല പറയുമ്പോ കോമളൻ ഈ കാര്യത്തിലൊക്കെ മിടുക്കനാ. അവന് പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അത്രയ്ക്കൊന്നും മോശമൊന്നുമല്ല. അവൻ എന്തായാലും പറഞ്ഞുള്ള കാര്യം തന്നെ. എന്തിന്റെ കേട്? എന്റെ കർത്താവേ, ഇതാണ് ഞാൻ. നീ എന്റെ അടുത്ത് ചാടുന്നില്ല. എനിക്കൊരു സത്യവും പറഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കൂല. ഞാൻ എവിടെ കളത്തരം കണ്ടാലും ഞാനത് വിളിച്ച് പറയാൻ കൂട്ടിക്കാനും കിട്ടൂല. ഞാനൊരു നിഷ്കളങ്കനാ. അയ്യോ എന്റെ പൊന്നു നിഷ്കളങ്കം, ഒന്ന് എഴുന്നേറ്റ് പോകാം. ഞാൻ പോണ വേണ്ട, ഞാൻ തീരുമാനിച്ചോളാം. നീ വിഷമിക്കണ്ട. കോമളന്റെ അടുത്ത് ഞാൻ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അവൻ പുറകെ പോയി കണ്ടുപിടിച്ചോളൂ. ഇത് വെറുതെ ഒരു കാര്യമില്ല. നമ്മുടെ വെറും കുട്ടികളുടെ ഒക്കെ ഉള്ളൂ.
അല്ലേ? അതെ അപ്പുറത്ത് നല്ല ചുരിദാർ കടയൊക്കെ ഉണ്ട്. അപ്പുറത്ത് നല്ല കടയൊക്കെ ഉണ്ട്. ആ എന്നാ പിന്നെ അങ്ങോട്ട് പോവാ. ഇങ്ങനെ കറങ്ങാൻ സമയമില്ല. ഇല്ല ചേട്ടാ, അതേ അടുത്തതേ ഇവിടെ എത്തിയില്ല. എന്താ കുഴപ്പം? ഇവിടെയാണ് ഈ കട, നോക്കി. ഇത് വേണ്ട. ഇല്ല ചേട്ടാ, കുഴപ്പമില്ല, നല്ലതാണ്. ഇല്ല റാണി, ഇത് പറ്റൂല. നമുക്ക് ഇത് ചെറിയ കടയാവുന്ന. ഇല്ല ചേട്ടാ, ചേട്ടാ നോക്കരേ, അങ്ങോട്ട് നോക്കി, നല്ല കടയാണ്. നമുക്ക് ഇവിടെ നല്ല ചുരിദാർ കിട്ടും, നമുക്ക് കേറാം ഇവിടെ. നല്ലതില്ലേ ചേട്ടാ? നോക്കിയെടുത്ത് നല്ലതല്ലേ? സാരി സാരി സൂപ്പറായിട്ട്. സാരി മതി. നീ വന്നില്ലായിരുന്നു കണ്ടല്ലോ, ഞാൻ ആകെ പെട്ടുപോയേ. എനിക്ക് കളറൊക്കെ പറഞ്ഞോടാ. നീ അല്ല ഒരെണ്ണം വേണമെങ്കിൽ നിനക്ക് കൊടുക്കുന്നു. സാരി എനിക്ക് ഒരുപാടുണ്ട്, എനിക്ക് ഒരുപാടുണ്ട്.